ഹലോ, നമസ്കാരമുണ്ട്. ഈ ലോറി ഡ്രൈവർമാരെ, ഈ ലോറീനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തരം പുച്ഛം തോന്നാറുണ്ടോ? ഈ ചെറിയ വണ്ടിക്കാരായാലും ഏത് വണ്ടിക്കാരായാലും. അതായത് ഈ ലോറിയിൽ എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മൾ കഴിക്കണ ഓരോ ഭക്ഷണ സാധനങ്ങളും കൊണ്ടുവരുന്നത് എവിടുന്നാണെങ്കിലും കൊണ്ടുവരുന്നത് കേരളത്തിന് നല്ല കേട്ടോ. ലോകത്ത് എവിടെയും ഈ ലോറി വലിയ വലിയ ലോറിയിലാണ് കൊണ്ടുവരുന്നത്. ഇതിപ്പോൾ ചെറിയ ലോറിയാണ്. അപ്പോൾ നമ്മൾ ഈ ഡ്രൈവർമാർ എന്താ ചെയ്യേണ്ടത് അറിയോ? അവർക്കൊരു പിന്നെ ഒരു റെസ്പെക്റ്റ് കൊടുക്കണം. കാരണം ഇവർ കാരണമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും ദണ്ഡിച്ചിട്ട് ഉണ്ടാക്കി തിന്നാൻ വയ്യ. ഇവിടെ കേരളത്തിലെ ആൾക്കാർ പണിയെടുത്ത് തിന്നാൻ വയ്യാത്തൊരവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ വന്നിച്ചിട്ടില്ലെങ്കിലും നിന്ദിക്കാതിരിക്കുക. അപ്പോൾ ഇതിലിപ്പോൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. എന്നാലും നമ്മൾ ഏതൊരാളെ കണ്ടാലും ബഹുമാനിക്കുക. അപ്പോൾ നമുക്ക് എന്താവുമെന്നറിയോ? നമുക്ക് സ്വയം നമ്മോട് തന്നെ ഒരു ബഹുമാനം തോന്നും. ഞാൻ എല്ലാവരെയും ബഹുമാനിക്കാറുണ്ട്, ഇല്ല എന്നല്ല കേട്ടോ. ബഹുമാനിച്ചിട്ട് തന്നെ ഞാൻ എപ്പോഴും പോവാറ്. എന്തോ ചിലപ്പോൾ നമ്മുടെ ബഹുമാനം അവർക്ക് പറ്റിയെന്ന് വരില്ല. ഇപ്പോഴത്തെ ലോകം, ഇപ്പോഴത്തെ കാലം അങ്ങനെയല്ലേ. അങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും മുന്നിൽ പോകണം എന്നുള്ളൊരു ഒറ്റ വിചാരമുള്ളൂ. അല്ലാതെ അവനവൻ്റെ സൈഡിൽ നോക്കി പോകണം എന്നൊരു വിചാരമൊന്നുമില്ല. ആർക്കും ഇല്ല കേട്ടോ. ചില സമയത്ത് എനിക്കും പറ്റി പോവാറുണ്ട്. കാലം അങ്ങനെ ആക്കി നമ്മുടെ ഫാസ്റ്റ്. അതൊന്നും നമ്മളിനി ശരിയാവാൻ പോണില്ല. നമ്മളൊന്നും ഇനി എപ്പോഴും പിന്നോട്ട് പോകാന്നല്ലാതെ നമ്മൾ ഒരിക്കലും മുന്നോട്ട് എന്നുള്ളൊരു പോകാനുള്ള വകുപ്പില്ല നമുക്ക്. കാരണം അവിടെയൊക്കെ നമ്മൾ തന്നെ ചവിട്ടി തേക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അല്ല, ഈ ചെങ്ങായി കുറേ നേരമായി 4 ഇൻഡിക്കേറ്റർ ഇട്ട് പോകണം. ഈ 4 ഇൻഡിക്കേറ്റർ ഇട്ട് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ എന്തിനാ 4 ഇൻഡിക്കേറ്റർ ഇന്ന്? ഞാനിപ്പോൾ പോണത് ഏകദേശം സെൻറ്റർ വെള്ളപ്പുറത്തേക്ക് കേട്ടോ. അല്ല, ഞാൻ ലൈൻ ട്രാഫിക് തെറ്റിച്ച് പോകണമെന്നില്ല. അത് നിങ്ങൾക്ക് ഏകദേശം വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. പിന്നെ എന്താ പറയുക, എല്ലാവരും കുത്തിത്തിരക്കി പോവുക. അങ്ങനെ കുത്തിത്തിരക്കി ആവില്ല പോകും. ഇപ്പോൾ നമ്മൾ വണ്ടിയിലല്ല പോകേണ്ടത്, ശരിക്കും ആംബുലൻസ് പോകേണ്ടിയിരുന്നു തോന്നുന്നു ഇങ്ങനെ പോയാൽ. ഇതിപ്പോൾ ഉച്ചയ്ക്കുള്ള തിരക്കാട്ടോ. ഇത്ര തിരക്കൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാറിൽ വരുന്ന ആൾക്കാർക്കാണ് ഒന്നാമത് ധൃതി. അതിനെ പറഞ്ഞിട്ട് കാര്യമില്ലാന്ന്. ഓരോ അവസ്ഥയല്ലേ, ഓരോ മനുഷ്യനും ഓരോ അവസ്ഥയാണ്. നമ്മൾ ആരെയും കുറ്റം പറയാൻ പാടില്ല. നമ്മൾ നമ്മുടെ തന്നെ കണ്ടറിഞ്ഞ് ജീവിക്കുക. എന്നാൽ എന്താ അറിയോ, നമുക്കൊരു സമാധാനം ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല. പൊതുവെ ഇപ്പോഴത്തെ ഒരു സമയത്ത് ആർക്കും ഇല്ല കേട്ടോ. ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ് ഓരോ മനുഷ്യന്മാരും. ഞാനൊക്കെ വർഷങ്ങളായി ഒറ്റപ്പെട്ട് ജീവിക്കുന്നു. നമ്മളത് നന്നാവാൻ സമ്മതിക്കുന്നില്ല. നമ്മൾ എന്തെങ്കിലും നല്ലത് ചെയ്യാന്ന് മനസ്സിൽ കരുതി കഴിഞ്ഞാൽ അപ്പത്തിന് അവിടെ വേറെ എന്തെങ്കിലും ഒരു മുടക്കാനായിട്ട് ഒരാൾ ദൈവം തന്നെ കൊടുത്തു നിർത്തണ മാതിരി നമുക്ക് തോന്നും. അപ്പം നമുക്ക് ദൈവത്തിനോട് ദേഷ്യം വരിക ചെയ്യാതിരിക്കും. ഇതിപ്പോൾ അങ്ങനെയായിട്ട് കാര്യമില്ലല്ലോ.